ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അനന്തനും നന്ദിതയും കൂടെ രാവിലെ തന്നെ ദേവമംഗലത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വന്നിട്ട് മിത്രയെ വിളിക്കുകയാണ് കേട്ടോ. മിത്രേ, മോളെ മിത്രയെന്ന് വിളിക്കുകയാണ്. അപ്പം തന്നെ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ബാലനും ഗോമതിയും മീനാക്ഷിയും അനുമോളും ഒക്കെ വരാണ് കേട്ടോ. അവസാനം മിത്രയും വരുന്നുണ്ട്. അപ്പോൾ മിത്രയാണെങ്കിൽ ആര്യനെ ഒന്ന് നോക്കുകയാണ്. നോക്കിയിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ തന്നെ ഉടനെ വന്ന് നിന്നിട്ട് ഇവർ പറയുന്നുണ്ട്, മോളെ നീ വന്നേ, ഞാൻ നിന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ തന്നെ മിത്രയ്ക്ക് അങ്ങ് സന്തോഷമാവണം കേട്ടോ. കാരണം ഒന്നാമതേ മിത്ര ആകെ തകർന്നിരിക്കുകയായിരുന്നു ആര്യനുമായിട്ട് വഴക്കൂടിയിട്ട്. അച്ഛനും അമ്മയും കണ്ടു, തലേദിവസം പറയുകയും ചെയ്തു മിത്ര, എൻ്റെ മനസ്സറിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിളിക്കാൻ ചിലപ്പോൾ വന്നെന്നിരിക്കുമെന്ന്. അതുപോലെ തന്നെ വന്നു. അപ്പോൾ തന്നെ മിത്രയ്ക്ക് ഇത് പരം ഒരു ആശ്വാസം ഉണ്ടോ. അപ്പോൾ അവിടെ നിന്നും കൊണ്ട് അമ്മയും അച്ഛൻ എന്താ വന്നേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴാണ് നന്ദിതയും അനന്തനും കൂടെ പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ്, കൃഷ്ണമംഗലത്തേക്ക് ക്ഷണിക്കാൻ വന്നതാന്ന് പറയാം കേട്ടോ. അതെന്താ അങ്ങനെ മോളെ മാത്രമായിട്ട് വിളിക്കാനായിട്ടാണ് വന്നതെന്ന് പറയാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലനും ഗോമതിയും കൂടെ അന്തം വിട്ട് നോക്കട്ടോ, എന്തൊക്കെയാണ് ഇവർ ഈ പറയണേന്ന്. അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വീണ്ടും അനന്തൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ വേറൊന്നും കൊണ്ടല്ല, എന്തായാലും അവിടെ അലോകിൻ്റെ ഭാര്യയായിട്ട് അനുമോള് അങ്ങോട്ട് വന്നിട്ട് തിരിച്ചിങ്ങോട്ടും വന്നില്ലേ, അതേ അവസ്ഥ തന്നെയല്ലേ നിനക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുപോവാണ്. അനുമോള് തിരിച്ചു വന്നില്ലേ, അപ്പം അതുപോലെ നീയും ഇവിടെ ഭയങ്കര സങ്കടത്തിലും വിഷമത്തിലുമാണ് കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് മോളെ തിരിച്ച് വിളിക്കാനാണ് വന്നത്, നീ അങ്ങോട്ട് വരണം എന്ന് പറയാം കേട്ടോ. അപ്പോൾ തന്നെ മിത്ര എല്ലാവരും ഒന്ന് നോക്കിയിട്ട് അച്ഛനും അമ്മയോടും പറയാം, അമ്മ ഒരു സെക്കൻഡ് ഒന്ന് നിൽക്കാവോ, ഞാൻ ദേ വരുന്നു എന്നും പറഞ്ഞ് നേരെ അകത്തേക്ക് കയറി പോകട്ടോ. അപ്പോൾ പോയി കഴിയുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് ഗോമതി പറയണേ, നിങ്ങൾ എന്തൊക്കെയായി പറയണേ, മിത്രയ്ക്ക് ആരും ഇവിടെ ഒരു കുഴപ്പമില്ല, അവളെ ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. അപ്പോൾ ബാലൻ പറയാണ്, അതെ ഞാനൊരു കാര്യം പറയാം, ഗോമതി സംസാരിക്കാതിരിക്കുക, അനന്തം പറഞ്ഞതിലൊരു തെറ്റുമില്ല, അനന്തം പറഞ്ഞത് ശരി തന്നെയാണ്. മിത്രയ്ക്ക് ഇവിടെ ഭയങ്കര സങ്കടത്തിൽ തന്നെ, മിത്ര അത്രയ്ക്ക് സന്തോഷവതിയാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല. ആര്യനാണെങ്കിൽ നല്ലൊരു ജോലി പോലും ഇല്ല, ഇതുവരെയായിട്ട് സ്ഥിര വരുമാനം എന്ന് പറയാനുമില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ മിത്ര ഇവിടെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. കൃഷ്ണമംഗലത്താകുമ്പോൾ അവൾക്ക് അത്യാവശ്യം ആഡംബരമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട്, അവളെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയും ഉണ്ട്. അതുകൊണ്ട് അനന്തം പറഞ്ഞത് ശരി തന്നെയാണ്, മിത്രയ്ക്ക് താല്പര്യമാണെങ്കിൽ മിത്ര പൊക്കോട്ടെ എന്നും പറയുമ്പോൾ വീണ്ടും ഗോമതി എതിർക്കുമ്പോൾ, ഗോമതി മിണ്ടാതിരിക്കെ, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നമ്മളല്ല, മിത്ര തന്നെയാണെന്ന് പറയാം. അങ്ങനെ മിത്ര അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാമെന്ന് നേരെ അകത്തേക്ക് മുമ്പ് ഇതെല്ലാം കേട്ട് ആര്യൻ മനസ്സ് തകർന്ന് നിൽക്കാട്ടോ. ആര്യനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഒന്നാതേ മിത്രയോട് ചെറിയൊരു പിണക്കമുണ്ടല്ലോ. അകത്ത് കയറിയിട്ട് ആര്യനോട് പറയാണ്, എൻ്റെ അമ്മയും അച്ഛനും കണ്ടോ എന്നെ വിളിക്കാൻ വന്നത്, അവർക്കറിയാം എൻ്റെ മനസ്സിലെ വിഷമം അറിഞ്ഞോടനെ അവർ വന്നത് കണ്ടില്ലേ. ഇപ്പം ആര്യൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടാവും അവർ വന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ എൻ്റെ അമ്മയെയോ അച്ഛനെയോ ഒന്നും വിളിച്ചിട്ടില്ല, അവരെൻ്റെ മനസ്സറിഞ്ഞ് തന്നെയാണ് വന്നത്. എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു, ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്നെ ആവശ്യമില്ലാത്തടത്ത് ഞാൻ എന്തിനാ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ എന്നും വഴക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല ആര്യ. പോകെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും, പക്ഷേ ജീവിതകാലം മുഴുവനും പരസ്പരം വഴക്ക് കൂടി ജീവിക്കുന്നതിനേക്കാളും നല്ലത് സന്തോഷത്തോടെ പിരിയുന്നതല്ലേ നമുക്ക് നല്ലതെന്ന് ആര്യനോട് പറയാട്ടോ. ആര്യനാണെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ, സങ്കടം ഒന്നും പറയാനും പറ്റുന്നില്ല. അങ്ങനെ മിത്ര പെട്ടെന്ന് തന്നെ ബാഗെല്ലാം എടുത്ത് തുണികളും ഒക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ കാണുമ്പോൾ ആര്യനാകെ തകർന്നു പോയി. എന്നിട്ട് ആര്യൻ്റെ മുന്നിൽ വന്ന് പറയുന്നുണ്ട്, അതെ ആര്യന് ഇനിയും ഒരുപാട് മുന്നോട്ട് ജീവിതമുണ്ട്, നല്ലൊരു ഭാവിയുണ്ട്. എനിക്കാണെങ്കിൽ ഇനിയിപ്പോൾ വഴക്കും ഞാൻ ആര്യനൊരു ബാധ്യതയായി തീരാൻ പാടില്ല. ആര് നല്ല ബിസിനസ്സും ആര്യൻ്റെ ആഗ്രഹത്തിനുള്ള കാര്യങ്ങളൊക്കെ നടത്തി നല്ലൊരു പെങ്കൊച്ചിനെ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കണം. ഞാൻ വലിഞ്ഞു കയറി വന്നവളെ പോലെയാണ്, അതുകൊണ്ട് ഞാനായിട്ട് ഇനി ആര്യനൊരു ശല്യം ചെയ്യത്തില്ല, ഞാൻ പോവുകയാണ്, എന്നെ തടസ്സപ്പെടുത്താൻ നിൽക്കുകയും വേണ്ട എന്നും പറഞ്ഞുകൊണ്ടാണ് മിത്ര പോകണം കേട്ടോ. മിത്രയുടെ കയ്യിലേക്കൊന്ന് പിടിക്കണമെന്ന് ആര്യനുണ്ട്. അതിനു മുന്നേ മിത്ര അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ബാഗൊന്നും എടുക്കണ്ട, എന്തിനാ എടുക്കുന്നത്, ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്, ഒന്നും ഇല്ലാത്തവളായിട്ടല്ലേ, അപ്പോൾ പോകുമ്പോഴും ഒന്നും ഇല്ലാത്തവളായിട്ട് തന്നെ പോകാം എന്നും പറഞ്ഞ് വെറും കൈയോടുകൂടി മിത്ര തിരിച്ചിറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും കടന്തം പറയുന്നുണ്ട്, വാ മോളെ നമുക്ക് പോകാം എന്നും പറഞ്ഞ് ആ കയ്യിലേക്ക് നന്ദിത പിടിക്കുക കേട്ടോ. കുറച്ച് സമയം ഇങ്ങനെ കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോൾ മീനാക്ഷി അനുമോളൊക്കെ ടെൻഷനാട്ടോ, അയ്യോ മിത്ര ചേച്ചി ഇറങ്ങി പോവോ, അവർക്ക് സഹിക്കാൻ കഴിയില്ലല്ലോ, മിത്ര അങ്ങനെ പോവോ, ഇത് തന്നെയായിരുന്നു മീനാക്ഷിയുടെ വെപ്രാളം. അപ്പോൾ നന്ദിത കയ്യിൽ പിടിച്ചിങ്ങനെ വലിക്കുന്ന, വാ മോളെ നമുക്ക് പോകാമെന്ന് പറയണമെങ്കിൽ ഒരു നിമിഷം നിന്നിട്ട് പറയാണ്ട്, മോളെ ഞങ്ങൾ നിന്നെ പൊന്നു പോലെ നോക്കും, നീ പഴയതൊക്കെ നീ മറക്കണം,
നിൻ്റെ സങ്കടങ്ങളൊക്കെ മാറും. പിന്നെ പഴയതെല്ലാം മറന്ന് നമ്മുടെ കൂടെ അവിടെ വന്ന് താമസിക്കണം. നിൻ്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഒപ്പം ഉണ്ടാവും മോളെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും മിത്ര ആ കൈ പിടിച്ച് വലിക്കാട്ടോ. എന്നിട്ട് പറയാം, അമ്മ എൻ്റെ കയ്യിൽ നിന്ന് വിട്. അമ്മ ഇപ്പം എന്താ പറഞ്ഞത്? എൻ്റെ കൂടെ ജീവിതകാലം മുഴുവനും കാണുന്നല്ലേ? അത് മതി, അത് മാത്രം മതി. എന്നെ സംരക്ഷിക്കാനും എൻ്റെ കാര്യങ്ങൾ അറിയാനും എന്നെ അന്വേഷിക്കാനും ആളുണ്ടല്ലോ, എനിക്ക് അത്രയും മതി. പിന്നെ അമ്മ പറഞ്ഞതുപോലെ ഇവിടെ ഞാനിങ്ങനെ ദുഃഖത്തിലും വിഷമത്തിലും അല്ല കഴിയുന്നത്. അപ്പം തന്നെ ഉടനെ അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വന്നു കേട്ടോ. എടി നീ എന്താ പറയണത്? മര്യാദയ്ക്ക് നീ ഇറങ്ങി വാ ഇങ്ങോട്ട്. അലോകിൻ്റെ ഭാര്യയായി അവിടെ ഒരുത്തി കയറി വന്നല്ലോ. അവൾ എന്നിട്ട് എൻ്റെ അലോകിനെ ജയിലിലാക്കി ഇറങ്ങി ഇങ്ങോട്ട് വന്നു. അതിന് പകരം നീ അങ്ങോട്ട് വന്നേ പറ്റൂ. നീ ഇനി ഇവിടെ നിൽക്കണ്ട. അപ്പം ബാലനും ഗോമതിന്നും ഒരക്ഷരം മിണ്ടണില്ല കേട്ടോ. ആര്യനാണെങ്കിൽ മനസ്സ് തകർന്ന് മുറിക്കകത്തുനിന്ന് ആ ഹാളിലേക്ക് നീ പുറത്തോട്ടേ വന്നിട്ടില്ല ആര്യൻ. അപ്പം വീണ്ടും ഇങ്ങനെ പറയണം. ഒരു കണക്ക് നോക്കി അപ്പോൾ അനന്തം പറയണ്ട, ഒരു കണക്ക് നോക്കിയാൽ മോളെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അലോകിൻ്റെ ജീവിതം പോലെയല്ലേ ഇപ്പം നിൻ്റെ ജീവിതമായിരിക്കുന്നത്. അപ്പം മിത്ര ചോദിക്കുന്നുണ്ട്, അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? അലോക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം ഇപ്പം നടന്ന്, അതുപോലെ തന്നെ നിൻ്റെ വിവാഹവും അല്ലച്ചാ. അലോകിനെ പോലെ എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അച്യുതന് വീണ്ടും ദേഷ്യം വരും കേട്ടോ. മിത്രേ മോളെ, ഞാൻ പറയണ കേൾക്ക്. നീ ഇറങ്ങി വാ, എല്ലാം വിട്ടറിഞ്ഞ്. നീ ഇവിടെ ആര്യൻ്റെ കൂടെ സുഖമായിട്ടല്ല ജീവിക്കുന്നത്, ഞങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ആര് പറഞ്ഞു കൊച്ചനോട്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അച്ഛൻ വ്യക്തമായിട്ട് കേൾക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ബാലൻ ദേഷ്യപ്പെട്ടു കേട്ടോ. അച്യുതാ, നീ കിടന്ന് തിളയ്ക്കല്ലേ. ഇവിടുന്ന് ഒരു പെങ്കൊച്ചിനെ പിടിച്ചിറക്കി കൊണ്ടുപോകാൻ പറ്റില്ല. മിത്ര കൃഷ്ണമംഗലത്തുള്ള ആൾ തന്നെയായിരിക്കും, പക്ഷേ അവളിന്ന് എൻ്റെ വീട്ടിലെ മരുമകളാണ്. അവളുടെ സമ്മതം ഇല്ലാതെ അവളെ കൊണ്ടുപോകാൻ നിങ്ങൾ ആരും വിചാരിക്കേണ്ടെന്ന്. അപ്പം തന്നെ അനന്തനും പറയുന്നുണ്ട്, അച്യുതാ ഒന്ന് അടങ്ങ്. മിത്രയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കാം. എന്താ മോളെ നിനക്ക് പറയാനുള്ളത്? അച്ഛാ, അലോകിൻ്റെ വിവാഹവും എൻ്റെ വിവാഹം തമ്മിൽ താരതമ്യം ചെയ്യരുത്. അതുപോലെയല്ല, അലോക് കാട്ടിക്കൂട്ടിയതെല്ലാം അതുപോലെ അനുമോള് അവൾ ഒട്ടും ഇഷ്ടമില്ലാണ്ടാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. താലി അവൾ സ്വന്തമായിട്ട് കഴുത്തിൽ കെട്ടിയതാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല. അത് പോരാഞ്ഞിട്ട് അവളെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തു. ആ ഒരു കാര്യത്തിൽ ഞാനും അവളും ഒരുപോലെ തന്നെ. ഞാനും എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ വിവാഹം കഴിച്ചത്. പക്ഷേങ്കിൽ സമ്മതം ഇല്ലാതെയല്ല, എനിക്ക് പൂർണ്ണ സമ്മതമായിരുന്നു, എൻ്റെ സമ്മതത്തോടു കൂടി. പിന്നെ താലി അത് ഞാൻ കെട്ടിയതല്ല, എൻ്റെ കഴുത്തിൽ ആര്യൻ കെട്ടിയതാണ്. പിന്നെ ഗുരുവായൂർ വെച്ച് താലി കെട്ടിയതും അവിടെ രജിസ്റ്റർ ചെയ്തതും ഒക്കെ ഉണ്ട്. കല്യാണം നടന്നിട്ടില്ല എന്ന് ഒരിക്കലും പറയരുത് എന്നിങ്ങനെ മിത്ര പറയുമ്പോൾ അച്യുതന് ദേഷ്യം. എടി നീ ഒരു കാര്യം ചെയ്യ്, ആ രജിസ്റ്റർ ചെയ്ത പേപ്പറൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഡിവോഴ്സിന് അപേക്ഷിക്കടി. ഡിവോഴ്സിന് അവനെയും കളഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വാടിയെന്ന് അച്യുതൻ കേട്ടോ. വീണ്ടും നമ്മുടെ ബാലൻ അങ്ങോട്ട് ദേഷ്യം വന്ന് കൊടുക്കുന്നുണ്ട് അച്യുതന്. അനന്തൻ വീണ്ടും വഴക്ക് പറയാ, മിണ്ടാതിരിക്കുന്നു. എന്നിട്ട് മിത്ര പറയണം, പിന്നെ അതേപോലെ ഇവിടെ എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളുണ്ട്. അനുമോളാണെങ്കിലും മീനാക്ഷി ചേച്ചിയാണെങ്കിലും എല്ലാവരും എനിക്ക് ഒപ്പമുണ്ട്. അതുപോലെ എൻ്റെ മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിക്കാൻ എൻ്റെ അമ്മയെപ്പോലെ എന്നെ നോക്കുന്ന എൻ്റെ അപ്പച്ചി, പിന്നെ അങ്കിള്, അവർ രണ്ടുപേരും എൻ്റെ ജീവന് തുല്യം. അവർ സ്വന്തം മകളെപ്പോലെ അച്ഛാ എന്നെ സ്നേഹിക്കുന്നത്. എനിക്കിവിടുന്ന് പോരേണ്ടി വന്നിട്ടില്ല. തുടക്കത്തിൽ എനിക്കിവിടെ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ട്. ഒരു സഹായത്തിന് ആരുമില്ലാന്നും ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെല്ലാം മാറ്റി എനിക്ക് സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അപ്പച്ചിയും എൻ്റെ ഈ അങ്കിളും മാത്രമാണ്. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നില്ലേ? എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിലെ എല്ലാ പ്രതീക്ഷകളും പുറത്തേക്ക് കൊണ്ടുവരികയും എൻ്റെ മനസ്സിലുള്ള പേടിയും ഒക്കെ മാറ്റി ഒരു നിന്ന് എന്നെ രക്ഷിച്ച് കരകയറ്റി എൻ്റെ ആര്യൻ. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം എനിക്ക് വരാനില്ല. അയാളെ വിട്ടിട്ട് ഞാൻ വരയില്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പത്തിനകത്ത് നിന്ന് ആര്യനാണെങ്കിൽ കരഞ്ഞു പോവാട്ടോ. ഇത്രയ്ക്ക് സ്നേഹത്തോടു കൂടി ആര്യനെക്കുറിച്ച് ഉയർത്തി പറയണ കേൾക്കുമ്പോഴേ ആര്യൻ കണ്ണ് നിറഞ്ഞു പോവാണ്. അപ്പോൾ ഇവർ തീരുമാനിക്കണം ഇനിയിപ്പോൾ എന്താ ചെയ്യുക. ഇവൾ വരില്ല എന്ന് ഉറപ്പാണല്ലോ. ഉടനെ തന്നെ അച്യുതന് ദേഷ്യം വരും കേട്ടോ. വരില്ല എന്ന് ഉറപ്പായതോടുകൂടി അച്യുതനാണെങ്കിൽ രാജശ്രീയോടും അവിടെ അമ്മയൊക്കെ നോക്കിക്കൊണ്ട് എല്ലാവരോടും കൊണ്ട് പറയാം, എന്തിനാ നീയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, വാ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോവാം എന്നും പറഞ്ഞാൽ അവരെയും പിടിച്ച് വലിച്ചുകൊണ്ട് ഒരൊറ്റ പൊക്കങ്ങ് പോവാട്ടോ. എന്നിട്ട് അപ്പോഴാണ് മിത്ര പറയാം, അമ്മേ ഈ കുടുംബത്തിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. ഇനി ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടും വരില്ല. പിന്നെ അലോകിൻ്റെ ജീവിതവും എന്നെയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യരുത്. ആര്യൻ എന്നെ പൊന്നു പോലെയാണ് നോക്കുന്നത്, ഇവിടുത്തെ അങ്കിളും അപ്പച്ചിയും ഒക്കെ. അപ്പം തന്നെ നമ്മുടെ ഗോമതി നന്ദിതയോട് പറയാം, നന്ദിത ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾ വിചാരിക്കും പോലെ ഇവരെ രണ്ടുപേരും പിരിക്കാനൊന്നും പറ്റത്തില്ല. ബന്ധം പിരിക്കാൻ വലിയ എളുപ്പമാണല്ലോ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, അവൾക്കിവിടെ ഒരു കുറവും വരില്ല. അവളെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുമില്ല. അവൾക്ക് ഇവിടെ മതിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാതിൽ എപ്പോഴും തുറന്നതിനിട്ടേക്കും. അവൾക്ക് പോവാം, ഒരിക്കലും നമ്മൾ ബലം പ്രയോഗിച്ച് ഇവിടെ പിടിച്ച് നിർത്തത്തില്ല. എന്ന് അവൾക്ക് പോകണമെന്ന് തോന്നുന്നു അന്ന് പോവാം. പക്ഷേ നമ്മൾ അവളെ നോക്കുന്നില്ല എന്ന് മാത്രം പറയരുത്. അവളെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് നോക്കുന്നത്. അത്ര സ്നേഹത്തോടുകൂടി അവളെ ഞങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അനന്തേട്ടാ നന്ദിത എടുത്തി രണ്ടുപേരും പേടിക്കണ്ട. അവളെ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് നോക്കുന്നത്. അതിനാണല്ലോ അവളിപ്പോൾ ഈ മറുപടി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ്
പറയുന്നത്. സമാധാനത്തോടെ നിങ്ങൾ പൊക്കോ എന്ന് പറയാട്ടോ. അവസാനം നന്ദിതയും അനന്തനും കൂടെ വന്ന് വിളിച്ച് അതേപോലെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് എല്ലാവരും കൂടെ വാലും ചുരുട്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ആര്യനും ഇത്രയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്